നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാറിയ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടൊരു ചാപ്റ്റർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഭരണ സംവിധാനം അല്ലെ വ്യത്യസ്ത ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ഒരു മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുമെന്നുള്ളത് ഷുവർ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ത്യയുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഇങ്ങനെ 3 ഘടകങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ അധികാരം അല്ലെങ്കിൽ അധികാരം വേർതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനം എന്നൊക്കെ പറയുന്നത് 3 രീതിയിലാണ് വേർതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് നിയമനിർമ്മാണ സഭയാണ് അല്ലെ. ഒന്നാമത്തേത് നിയമനിർമ്മാണ സഭയാണ്. രണ്ടാമത്തേത് കാര്യനിർവഹണ വിഭാഗമാണ്. ദെൻ മൂന്നാമത്തേത് നീതിന്യായ വിഭാഗമാണ്. അപ്പൊ ഇങ്ങനെ 3 ഘടകങ്ങളായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ വിഭാഗം ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? നിയമനിർമ്മാണ സഭയുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്, അതുപോലെ തന്നെ നീതിന്യായ വിഭാഗമുണ്ട്. നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, നിയമനിർമ്മാണമാണ്. അവിടെ എന്താണ്? നിയമങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് ആണ് അല്ലെ. അപ്പൊ പാർലമെന്റിലാണ് എന്ത് ചെയ്യുന്നത്? നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഓരോ ബില്ലും പാർലമെന്റിലേക്ക് വരുന്ന സമയത്ത് അത് രാജ്യസഭയും ലോകസഭയും പാസ്സാക്കി നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പ്രസിഡന്റിന്റെ അടുത്തേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ പ്രസിഡന്റ് ആ ഒരു ബില്ല് ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ടാണ് അവിടെ ഒരു നിയമം വരുന്നത്. അങ്ങനെ ഒരു നിയമം നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ നിയമനിർമ്മാണ സഭയാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് ആണ്. ഇനി ആ നിയമമൊക്കെ നടപ്പിലാക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഇത് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് അല്ലെ. എക്സിക്യൂട്ടീവ്. നമ്മളൊക്കെ ഒരു സർക്കാർ ജീവനക്കാരായി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തിന്റെ ഭാഗമാണ്? എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് അല്ലെ. കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗങ്ങളാണ്. ഗവൺമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ആരാണ്? ഈ ഒരു എക്സിക്യൂട്ടീവ് വിഭാഗമാണ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗമാണ്. ഇനി ഇതെല്ലാം കൃത്യമായ രീതിയിലാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന മറ്റൊരു വിഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? നീതിന്യായ വിഭാഗമാണ് അല്ലെ. നീതിന്യായ വിഭാഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? കോടതികളൊക്കെയാണ് അതിൽ വരുന്നത് അല്ലെ, ജുഡീഷ്യറിയാണ്. അപ്പൊ നീതിന്യായ വിഭാഗമാണ് മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 ഘടകവും കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ? ആ 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? നിയമനിർമ്മാണ സഭയുണ്ട്, കാര്യനിർവഹണ വിഭാഗം, പിന്നെ എന്താ ഉള്ളത്? നീതിന്യായ വിഭാഗം. പഠിച്ചു വെച്ചേക്കണം, ചോദിക്കും. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, പിന്നെന്താണ്? നീതിന്യായ വിഭാഗമാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് പഠിക്കാം. ഒന്നാമത്തേത് അല്ലേ, നിയമനിർമ്മാണ സഭയെ കുറിച്ചിട്ടാണ്. നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ ആണ്. എന്താണ് നിയമനിർമ്മാണ സഭ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നിയമനിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. എന്താണ്? നിയമനിർമ്മാണം. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിയമനിർമ്മാണ സഭയുടെ പേരെന്താ ചോദിച്ചാൽ എന്താണ്? പാർലമെന്റ് ആണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് എവിടെയാണ്? പാർലമെന്റിൽ വെച്ചിട്ടാണ്. പാർലമെന്റിൽ നമുക്കറിയാം 2 സഭകളുണ്ട്, ലോകസഭ രാജ്യസഭ എന്ന് പറഞ്ഞിട്ട് 2 സഭകളുണ്ട് അല്ലെ. അപ്പൊ ഓരോ ബില്ലും അവിടേക്ക് എത്തുന്ന സമയത്ത് അത് ചില ബില്ലുകൾ രാജ്യസഭയിലോട്ടാവും വരിക, അല്ലെങ്കിൽ ചില ബില്ലുകൾ ലോകസഭയിലോട്ടാവും വരിക. അപ്പൊ രാജ്യസഭയിലേക്ക് വന്നൊരു ബില്ല് അവിടെ നിന്ന് പാസ്സായിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ലോകസഭയിലോട്ട് പോകും. അതിനുശേഷമാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ആദ്യം ഒരു ബില്ല് രാജ്യസഭയിലാണ് അവതരിപ്പിക്കുന്നത് എന്ന് കരുതുക. ആ ബില്ല് അവിടെ നിന്ന് പാസ്സായി കഴിഞ്ഞിട്ട് പിന്നീട് എങ്ങോട്ടാ പോവാ? ലോകസഭയിലോട്ട് പോകും. പിന്നെ അത് നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പ്രസിഡന്റിന്റെ കയ്യിലോട്ടേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ പ്രസിഡന്റ് ആ ബില്ല് ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ട് അല്ലെ, സൈൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ബില്ല് എന്തായി മാറുകയാണ് ചെയ്യുന്നത്? ബില്ല് നിയമമായി മാറുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്ട് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചില ബില്ലുകൾ രാജ്യസഭയിൽ എത്തണമെന്നില്ല അല്ലെ, നേരെ ലോകസഭയിലോട്ട് പോകുന്ന ബില്ലുകളുണ്ട്. അപ്പൊ ധനകാര്യ ബില്ലുകളൊക്കെ നേരെ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. അപ്പൊ എന്തും ആയിക്കോട്ടെ, ബില്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ രാജ്യസഭയിലും ലോകസഭയിലും പോയിട്ട് പ്രസിഡന്റിന്റെ കയ്യിൽ എത്തുകയും അത് പ്രസിഡന്റ് സൈൻ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് അവിടെ ആ ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത്. ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? പാർലമെന്റിലാണ്. ഇനി നമുക്കറിയില്ലേ, നമ്മുടെ പാർലമെന്റ് എന്ന് പറയുമ്പം അവിടെ ലോകസഭ രാജ്യസഭ എന്നീ 2 സഭകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അപ്പൊ ചോദിക്കാം, നമ്മുടെ പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ഏകമണ്ഡലമാണോ ദ്വിമണ്ഡലമാണോ എന്ന് ചോദിച്ചാൽ എന്താണ്? ദ്വിമണ്ഡലമാണ്. കാരണം എന്താ? നമുക്കറിയില്ലേ നമ്മുടെ പാർലമെന്റിൽ എന്തൊക്കെയുണ്ട്? രാജ്യസഭയുണ്ട്, ലോകസഭയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഓക്കെ,
എന്നാൽ നമ്മൾ സംസ്ഥാനങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെ, സംസ്ഥാനങ്ങളിലും എന്തുണ്ട്, നിയമനിർമ്മാണ സഭകളുണ്ട് അല്ലെ, അവിടെയും നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ട നിയമങ്ങളൊക്കെ എവിടെയാണ് നിർമ്മിക്കുന്നത്, അതത് സംസ്ഥാനങ്ങളിലാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലും എന്തുണ്ട്, ഒരു നിയമനിർമ്മാണ സഭയുണ്ട് അല്ലെ, നമുക്കൊരു നിയമസഭയുണ്ട് അല്ലെ തിരുവനന്തപുരത്ത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്, ഇതുപോലെ ഓരോ നിയമനിർമ്മാണ സഭകളുണ്ട്. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ എന്താണ്, ചില സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണുള്ളത്. ഓക്കെ, ചില സംസ്ഥാനങ്ങളിൽ, മൊത്തം സംസ്ഥാനങ്ങളിലല്ല, ചില സംസ്ഥാനങ്ങളിൽ എന്താണ്, ഒറ്റ നിയമനിർമ്മാണ സഭകളായിരിക്കില്ല, എന്തുണ്ട്, രണ്ടില് ദ്വിമണ്ഡലമായിരിക്കും. ദ്വിമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടെണ്ണാണ്. അപ്പൊ രണ്ട് നിയമനിർമ്മാണ സഭകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമസഭയും അതുപോലെ തന്നെ നിയമസമിതിയും അവർക്കുണ്ടായിരിക്കും. അഡീഷണൽ ആയിട്ട് എന്തുണ്ടായിരിക്കും, നിയമസമിതി അല്ലെ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നിയമനിർമ്മാണ സഭയേ ഉള്ളൂ അല്ലെ, അതേതാണ്, നിയമസഭ മാത്രമേ ഉള്ളൂ. എന്നാൽ വേറെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ രണ്ടെണ്ണം ഉണ്ട്. അവിടെ ഒരു നിയമസഭയും ഉണ്ടാവും, ഒരു നിയമസമിതിയും ഉണ്ടാവും അല്ലെ, ഒരു സമിതിയും ഉണ്ടാവും. അങ്ങനെ ചോദിക്കാറുണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കണം, ഒന്ന് ഉത്തർപ്രദേശ്, രണ്ടാമത്തേത് മഹാരാഷ്ട്ര. ഓക്കെ, ഒന്ന് ഉത്തർപ്രദേശ്, രണ്ടാമത്തേത് മഹാരാഷ്ട്ര, പിന്നെ മൂന്നാമത്തേത് ബീഹാർ ആണ്, നാലാമത്തേത് ആന്ധ്രാപ്രദേശ് ആണ്, അടുത്തത് കർണാടകയാണ്, ദെൻ ലാസ്റ്റ് വൺ തെലുങ്കാനയാണ്. ഓക്കെ, ഏതൊക്കെയാണ്, ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ബീഹാർ ഉണ്ട്, അതുപോലെ ആന്ധ്രാപ്രദേശ്, പിന്നെ കർണാടകയും തെലുങ്കാനയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു കോഡൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക അല്ലെ. ഉംബ കേട്ടിന്നോ, അപ്പൊ ആദ്യം നമുക്ക് ജമ്മു കാശ്മീർ ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ജുംബ കേട്ടി എന്നൊക്കെ ആയിരുന്നു കോഡ്. പക്ഷെ ഇപ്പൊ ജമ്മു കാശ്മീർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അല്ലെ, യു എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് ആണ്, എം എന്ന് പറഞ്ഞാൽ മാറിപ്പോകരുത്, മധ്യപ്രദേശ് ഒക്കെ ഉണ്ട്, അതൊന്നുമല്ല. ഏതാണ് എം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ ബീഹാർ ആണ്, എ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ആണ്, ഓർത്തു വെച്ചേക്കണം. എ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ആണ്. കെ എന്ന് പറഞ്ഞാൽ കേരളമല്ല, കർണാടകയാണ് അല്ലെ. കേരളത്തിൽ നമുക്കറിയാം ഒറ്റ നിയമനിർമ്മാണ സഭയുള്ളൂ അല്ലെ, നമ്മുടെ നിയമസഭ. എന്നാൽ കർണാടകയിൽ എന്താ ഉള്ളത്, ദ്വിമണ്ഡലമാണ് അല്ലെ, അവിടെ നിയമസഭയും നിയമസമിതിയും ഉണ്ട്. പിന്നെ ടി എന്ന് പറഞ്ഞാൽ തമിഴ്നാടല്ല, തെലുങ്കാനയാണ്, അതും മാറിപ്പോകരുത്, കൺഫ്യൂഷൻ വരും, കെയും ടിയും കൺഫ്യൂഷൻ വരരുത്. ടി എന്ന് പറഞ്ഞാൽ എവിടെയാണ്, തെലുങ്കാനയാണ് അല്ലെ, തെലുങ്കാനയിലാണ് നിയമസഭയും നിയമസമിതിയും ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരം 1 2 3 4 5 6 അല്ലെ, 6 സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉള്ളത്. ഓർത്തു വെച്ചേക്കണം, ഏതൊക്കെയാണ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലുങ്കാന. ഈ ഒരു സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട് അല്ലെ, അല്ലെങ്കിൽ 2 സഭകളാണ്, നിയമസഭകളാണ് ഉള്ളത്. ഓർത്തു വെച്ചേക്കണം. ഇനി നമുക്ക് പാർലമെന്റിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞൂലേ, പാർലമെന്റിന്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമങ്ങൾ നിർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ മറ്റ് പ്രധാന ചുമതലകൾ എന്തെല്ലാമാണെന്ന് ചോദിക്കാം പരീക്ഷയ്ക്ക് അല്ലെ. താഴെ കൊടുത്തിട്ടുള്ളതിൽ പാർലമെന്റിന്റെ ചുമതല അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്ന്. ഒന്നാമത്തേത് എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിയമനിർമ്മാണം അല്ലെ, നിയമനിർമ്മാണം നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു പ്രധാന ചുമതലയാണ്. രണ്ടാമത്തേത് പൊതുഖജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുക അല്ലെ. നമുക്കറിയാം രാജ്യത്തിന്റെ പൊതുഖജനാവ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ആ സാമ്പത്തിക സ്ഥിതിയൊക്കെ സംരക്ഷിക്കുന്നത് എവിടെയാണ്, പാർലമെന്റിലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ പൊതുഖജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുന്നതും ആരാണ്, പാർലമെന്റിന്റെ ഒരു പ്രധാന ചുമതലയാണ്. പിന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പ്രധാന പങ്കാളിയാവും അല്ലെ. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതും ഉപരാഷ്ട്രപതിയൊക്കെ തെരഞ്ഞെടുക്കുന്നതൊക്കെ അതിന്റെയൊക്കെ പ്രധാന പങ്കാളിയാവുന്നത് ആരാണ്, പാർലമെന്റ് ആണ് അല്ലെ. അവിടെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അല്ലെ, അപ്പൊ കാര്യനിർവഹണ നിയമങ്ങൾ നിർമ്മിക്കുന്നു, അതിനുശേഷം ആ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്ന മറ്റൊരു വിഭാഗമാണ് എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞു അല്ലെ. ആ എക്സിക്യൂട്ടീവിനൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്, പാർലമെന്റ് ആണ്. അതുപോലെ തന്നെ ഇംപീച്ച് നടപടികൾ അല്ലെ. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംപീച്ച്മെന്റ് നടപടികൾ എന്ന് പറഞ്ഞാൽ ഒരാളെ പുറന്തള്ളി അല്ലെ. ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യാം, പുറത്താക്കുക അല്ലെ. ഭരണഘടനാ ലംഘനമോ അങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാർലമെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, പുറത്താക്കാൻ പറ്റും. അപ്പൊ ഈ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ്, പാർലമെന്റിലാണ്. അപ്പൊ അതും ഓർത്തു വെക്കുക, അതും ഒരു പാർലമെന്റിന്റെ ചുമതലയാണ്. പിന്നെ ഭരണഘടനാ ഭേദഗതിയൊക്കെ അല്ലെ നടത്തുന്നതൊക്കെ എവിടെയാണ്, പാർലമെന്റിലാണ് അല്ലെ. ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതോ അതൊക്കെ നടത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, പാർലമെന്റിലാണ്.
ഇത്രയൊക്കെയാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെച്ചേക്കണം, ചിലപ്പം ചോദിക്കാം ഇതിലേതാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് നിയമമാണ് അല്ലെ, നിയമം നിർമ്മിക്കുന്നുണ്ട്. പിന്നെ പൊതുഖജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ആ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ അതിന്റെ ഒരു പങ്കാളികളാവുന്നുണ്ട്. പിന്നെ എക്സിക്യൂട്ടീവിലെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യലിലെ അധികാരിയായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഭരണഘടന ഭേദഗതിയൊക്കെ നടത്തുന്നതൊക്കെ എവിടെയാണ്? പാർലമെന്റിലാണ്. ഇതൊക്കെയാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അല്ലെ, നമുക്ക് പാർലമെന്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പഠിച്ചു 2 സഭകളുണ്ട്, ലോകസഭയുണ്ട് അതുപോലെ തന്നെ രാജ്യസഭയുണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് നോക്കാം, ചോദിക്കുന്നതാണ്. ആദ്യം നമുക്ക് ലോകസഭയെ കുറിച്ചിട്ട് നോക്കാം. ഇപ്പൊ ലോകസഭ എന്ന് പറഞ്ഞാൽ ചോദിക്കാറുണ്ട്, പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് എന്ത്? ലോകസഭ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ പാർലമെന്റിന്റെ അധോ സഭ അല്ലെങ്കിൽ അധോ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലോകസഭയാണ് അല്ലെ. ഇപ്പൊ പാർലമെന്റിന്റെ അധോ മണ്ഡലം ചോദിച്ചാൽ അത് ഏതാണ്? ലോകസഭയാണ്. ഇവിടെ ഈ ലോകസഭയിൽ അംഗങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നേരിട്ടാണ് അല്ലെ. ഇപ്പൊ ഇലക്ഷനിലൂടെ ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ. നമ്മൾ വോട്ടൊക്കെ ചെയ്ത് നേരിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ഷനിലൂടെയാണ് ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ചോദിക്കും, എങ്ങനെയാണ് ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ജനങ്ങൾ നേരിട്ടിട്ട് അല്ലെ, നേരിട്ടിട്ടാണ് ഈ ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇനി ഈ ലോകസഭ അംഗമാകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് 25 വയസ്സ്. ഓക്കെ, 25 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഏത് ഇന്ത്യൻ പൗരന്മാർക്കും ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഓർത്ത് വെച്ചേക്കണം, ചോദിക്കാം. ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യത വേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 25 വയസ്സാണ് അല്ലെ. അപ്പൊ 25 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും എന്ത് ചെയ്യാൻ പറ്റും? ലോകസഭയിലേക്ക് മത്സരിക്കാൻ പറ്റും. അതുപോലെ ഓർത്തിരിക്കണം, ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷമാണ്. ഓക്കെ, ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷമാണ്. ഇനി ലോകസഭയിലെ അംഗങ്ങൾ അല്ലെ, എത്ര അംഗങ്ങളാണ് ഉള്ളത്? ലോകസഭയിൽ മാക്സിമം 550 അംഗങ്ങൾ വരെ ആകാം അല്ലെ. ഇപ്പൊ ലോകസഭയിൽ 550 അംഗങ്ങൾ വരെ ആകാം. എന്നാൽ നിലവിൽ എത്ര പേരാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 545 പേരാണ്. ഓർത്ത് വെച്ചേക്കണം, മാക്സിമം ലോകസഭയിൽ എത്ര അംഗങ്ങളാവാം എന്ന് ചോദിച്ചാൽ 550 ആണ്. എന്നാൽ നിലവിൽ എത്ര പേരാണെന്ന് ചോദിച്ചാൽ 545 പേരാണ്. ഈ 545 പേരില് 543 പേരെയാണ് എന്ത് ചെയ്യുന്നത്? 543 പേരെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ തെരഞ്ഞെടുക്കപ്പെടുന്നത് 543 പേരാണ്. ബാക്കി വരുന്ന ഈ 2 പേരെന്ന് പറയുന്നത് എങ്ങനെയാണ്? നോമിനേറ്റ് ചെയ്യാണ് അല്ലെ, അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്തിട്ട് തെരഞ്ഞെടുക്കുന്നതാണ്. അപ്പൊ ഈ രീതി ഓർത്ത് വെച്ചേക്കാം. മൊത്തം 500 അല്ലെങ്കിൽ മാക്സിമം എത്ര പേര് വരെ ആകാം ചോദിച്ചാൽ 550 പേരെ ലോകസഭയിൽ അംഗങ്ങളാവാം. നിലവിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 545 പേരാണ്. ഈ 545 പേരില് 543 പേരെയാണ് എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലെ, തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത്. 2 പേര് എന്ത് ചെയ്യുന്ന? നോമിനേറ്റ് ചെയ്യാണ് അല്ലെ, നാമനിർദ്ദേശത്തിലൂടെ നോമിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ 2 പേരെന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. ഒരു പാർലമെന്റിന്റെ അധോ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോകസഭയാണ്. ലോകസഭയിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങൾ നേരിട്ടിട്ടാണ്, വോട്ടെടുപ്പിലൂടെ നേരിട്ടിട്ടാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ 25 വയസ്സ് പൂർത്തിയായ ഓരോ ഇന്ത്യൻ പൗരനും എന്ത് ചെയ്യാം? ലോകസഭാ അംഗമാകാൻ വേണ്ടിയിട്ട് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. അതുപോലെ തന്നെ ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. പിന്നെ നമ്മൾ പഠിച്ചു ലോകസഭയിലെ അംഗങ്ങളുടെ മാക്സിമം എത്ര വരെ ആകാം? 550 വരെ ആകാം. എന്നാൽ നിലവിൽ 545 പേരാണ്. 45 പേരിൽ 543 പേരെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ബാക്കി 2 പേര് എങ്ങനെയാണ്? നോമിനേറ്റ് ചെയ്തു വരുന്ന അംഗങ്ങളുമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോകസഭയുടെ അധ്യക്ഷനാണ്. അപ്പൊ ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? സ്പീക്കറാണ്. ഓർത്തു വെച്ചേക്കണം, ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? സ്പീക്കറാണ്. അപ്പൊ ലോകസഭയുടെ അധ്യക്ഷനായിട്ട് നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് സ്പീക്കറാണ്. അതുപോലെ തന്നെ ലോകസഭയും രാജ്യസഭയും എടുത്തു കഴിഞ്ഞാൽ ലോകസഭയ്ക്കാണ് കുറച്ചും കൂടി അധികാരങ്ങൾ കൂടുതലുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ധനബില്ല് അതുപോലെ തന്നെ അവിശ്വാസ പ്രമേയങ്ങളൊക്കെ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ഓക്കെ, സാധാരണ ബില്ലുകളൊക്കെ രാജ്യസഭയിലേക്ക് പോയി അവിടുന്ന് പിന്നീട് ലോകസഭയിലൊക്കെയാണ് എത്താറ്. പക്ഷേ ധനബില്ല് അതുപോലെ തന്നെ അവിശ്വാസ പ്രമേയം ഒക്കെ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലോകസഭയിലാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ധനബില്ല് എവിടെയാണ് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? അത് ലോകസഭയിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് രാജ്യസഭയിനേക്കാളും കുറച്ചും കൂടി അധികാരങ്ങൾ ആർക്കുണ്ട് എന്ന് പറയുന്നത്? ലോകസഭയ്ക്ക് ഉണ്ടെന്ന് പറയുന്നത്.
അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, എന്തൊക്കെയാ പറഞ്ഞത്? ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കറാണ്. അതുപോലെ തന്നെ രാജ്യസഭയെക്കാളും ലോകസഭയ്ക്കാണ് കുറച്ചും കൂടി അധികാരങ്ങളുള്ളത്. എന്തുകൊണ്ടാണ്? ധനബില്ലും അതുപോലെ തന്നെ അവിശ്വാസ പ്രമേയം ഒക്കെ അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ലോകസഭയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്തത് രാജ്യസഭയാണ്. രാജ്യസഭ അല്ലെ, നമ്മുടെ പാർലമെന്റിലെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് ഏതാ ചോദിച്ചാൽ അത് രാജ്യസഭയാണ് അല്ലെ. ഉപരിസഭ എന്ന് പറയുമ്പോൾ ഏതാണ്? രാജ്യസഭയാണ്. അപ്പൊ ചോദിക്കും പാർലമെന്റിന്റെ, അധോസഭ എന്ന് പറഞ്ഞാൽ ലോകസഭയാണ് അല്ലെ. അധോസഭ എന്ന് പറഞ്ഞാൽ ലോകസഭയാണ്. എന്നാൽ ഉപരിസഭ രാജ്യസഭ. ഓർത്ത് വെച്ചേക്കാം, പാർലമെന്റിന്റെ ഉപരിസഭ എന്ന് ചോദിച്ചാൽ ഏതാണത്? രാജ്യസഭയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത്? ഇവിടെയുള്ള മെമ്പേഴ്സിനെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് ഇവിടെ അല്ലെ, അല്ലെങ്കിൽ രാജ്യസഭയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടെ നേരിട്ടിട്ട് ഇലക്ഷനിലൂടെയല്ല അല്ലേ, കാരണം നമ്മൾ ഓൾറെഡി വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ആൾക്കാരുണ്ട്, MLA-മാരുണ്ടാവും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ അല്ലെ. ഈ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെയാണ് ഇവിടേക്ക് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഓർത്ത് വെച്ചേക്കുക, എവിടുത്തെ ആൾക്കാരെയാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ അല്ലെ ജനസംഖ്യ ആനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭ ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? രാജ്യസഭയാണ്. അപ്പൊ ചോദിക്കാം, ജനസംഖ്യ ആനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭ ഏതാന്ന് ചോദിച്ചാൽ അത് രാജ്യസഭയാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ഇനി ഇവിടെ രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത പറയുന്ന വയസ്സ് എത്രയാന്ന് ചോദിച്ചാൽ അത് 30 വയസ്സാണ്. നമ്മൾ ലോകസഭയിലേക്ക് ലോകസഭാ അംഗമാവാൻ മത്സരിക്കേണ്ട പ്രായം 25 ആണെങ്കിൽ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്. അപ്പൊ 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് എന്ത് ചെയ്യാം? രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ ലോകസഭയിലേക്ക് മത്സരിക്കാൻ എത്രയാണ്? 25 വയസ്സാണ് അല്ലെ. രാജ്യസഭയിലേക്കാണ് കുറച്ചും കൂടി വയസ്സ് കൂടുതൽ. എത്രയാണ്? 30 വയസ്സ്. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം, ചോദിക്കുന്നതാണ്. ഇനി രാജ്യസഭ അല്ലെ, നമുക്ക് പറഞ്ഞു ലോകസഭയുടെ കാലാവധി 5 വർഷം എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഇപ്പൊ 5 വർഷം കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? ലോകസഭ പിരിച്ചുവിട്ട് പുതിയ ലോകസഭ അവിടെ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. ഓർത്ത് വെച്ചേക്കണം, ചോദിക്കുന്നതാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. രാജ്യസഭ അല്ലെ, രാജ്യസഭയ്ക്ക് ഇത്ര കാലാവധി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? തെറ്റാണ് അല്ലെ. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്, അതൊരിക്കലും പിരിച്ചുവിടുന്നില്ല. ഓക്കെ, ഇപ്പൊ രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ ഓർത്തിരിക്കേണ്ടത്, രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി അല്ലെ, രാജ്യസഭയിൽ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. ഓക്കെ, ലോകസഭയാണെങ്കിൽ 5 വർഷമാണ്. എന്നാൽ ഇവിടെ രാജ്യസഭ അംഗങ്ങളാണ് കേട്ടോ, ശ്രദ്ധിക്കണം. രാജ്യസഭയുടെ കാലാവധിയല്ല. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. ഓർത്ത് വെച്ചേക്കണം, രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. അതുപോലെ തന്നെ രാജ്യസഭയില് 1/3 പേര്, ഓക്കെ, മൊത്തം എത്ര പേരുണ്ട് രാജ്യസഭയില്? അതില് 1/3 പേര് എന്ത് ചെയ്യണം? ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്? രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയായിട്ട് ഇങ്ങനെ നിലനിന്നുകൊണ്ട് പോവുകയാണ്. അവിടെ അംഗങ്ങൾ അല്ലേ, രാജ്യസഭയിൽ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അപ്പൊ 6 വർഷമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? അവിടെ വിരമിക്കും. അതുപോലെ തന്നെ രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ എന്ത് ചെയ്യണം? ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഇപ്പൊ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ ആണെങ്കിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഓർത്ത് വെച്ചേക്ക, ചോദിക്കുന്നതാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? രാഷ്ട്രപതിയല്ല, ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഇനി രാജ്യസഭയിലെ അംഗങ്ങളെ കുറിച്ച് നോക്കണം. രാജ്യസഭയിലെ അംഗങ്ങൾ എത്രയാണ്? പരമാവധി 250 പേരാണ് അല്ലെ. അപ്പൊ പരമാവധി 250 പേരാണ്. ഇനി ഇതിൽ തന്നെ 238 പേര് എന്ത് ചെയ്യണം? തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 250ല് 238 പേരെ തെരഞ്ഞെടുക്കുകയും ബാക്കി വരുന്ന 12 പേര് അല്ലെ, ബാക്കി വരുന്ന 12 പേര് എന്ത് ചെയ്യണം? നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 12 ആണ്. ലോകസഭയിൽ 2 പേരാണ് അല്ലെ. അപ്പൊ രാജ്യസഭയിൽ എത്ര പേരാണ്? 12 പേരാണ്. ബാക്കി 238 പേര് എങ്ങനെയാണ് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബാക്കി 12 പേരെയാണ് നാമനിർദ്ദേശത്തിലൂടെ തെരഞ്ഞെടുക്കുന്നത്. ഓർത്ത് വെച്ചേക്കണം, 238ഉം 12ഉം ആണ്.
ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചുല്ലേ, രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, ഉപരാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യൽ, എന്തെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹത്തെ അവിടെ നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ നടപടികളൊക്കെ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാജ്യസഭയിൽ നിന്നാണ്. ഇപ്പൊ നമുക്ക് രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതി നമുക്ക് ലോകസഭയിൽ നിന്നോ രാജ്യസഭയിൽ നിന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊസീജിയർ ആരംഭിക്കാം അല്ലെ, അവരെ ഇംപീച്ച് ചെയ്യുന്ന പ്രൊസീജിയർ ആരംഭിക്കാം. എന്നാൽ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടികളൊക്കെ ആരംഭിക്കുന്നത് എവിടെ നിന്ന് മാത്രമേ പറ്റുള്ളൂ? രാജ്യസഭയിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കല്ലേ. അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ IAS IPS പോലുള്ള തസ്തികകളാണ് ഇതിൽ അഖിലേന്ത്യാ സർവീസിൽ വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു പോസ്റ്റിലെ ഒരു സർവീസ് പോസ്റ്റുകൾ സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? രാജ്യസഭയ്ക്കാണ് കേട്ടോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, രാജ്യസഭയുടെ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഒന്നാമത്തേത് എന്താണ്? ഉപരാഷ്ട്രപതിയിലെ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാജ്യസഭയിൽ നിന്നാണ്. അതുപോലെ തന്നെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരവും ആർക്കാണ്? രാജ്യസഭയ്ക്കാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. എന്തൊക്കെയാ പറഞ്ഞത്? രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപരിസഭയാണ് അല്ലെ. പാർലമെന്റിലെ ഉപരിസഭ എന്ന് പറയുന്നത് ഏതാണ്? രാജ്യസഭയാണ്. അതുപോലെ തന്നെ അവിടുത്തെ മെമ്പേഴ്സിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരായാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് എന്ത് ചെയ്യാം? രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് അല്ലെ. ഇപ്പൊ ലോകസഭയാണെങ്കിൽ 25 വയസ്സാണ്, രാജ്യസഭയാണെങ്കിൽ എത്രയാണ്? 30 വയസ്സാണ്. പിന്നെ നമ്മൾ അവരുടെ കാലാവധി പറഞ്ഞില്ലേ, രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. അതുപോലെ തന്നെ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി അല്ലെങ്കിൽ രാജ്യസഭ അംഗങ്ങൾ അല്ലെ, അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നതാണ് 6 വർഷം. അതുപോലെ തന്നെ ഓർത്തിരിക്കണം, രാജ്യസഭയിലെ അംഗങ്ങൾ 1/3 അംഗങ്ങൾ അല്ലെ, 1/3 അംഗങ്ങൾ എന്ത് ചെയ്യണം? ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞത് അധ്യക്ഷന്റെ കാര്യമാണ്. അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടികളൊക്കെ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാജ്യസഭയിൽ നിന്നാണ്. പിന്നെ എന്താ പറഞ്ഞത്? രാജ്യസഭയിലെ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരവും രാജ്യസഭയിലാണ്. അംഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ 250 പേരാണ്. അതിൽ 238 പേരെ എന്ത് ചെയ്യുന്നുണ്ട്? തെരഞ്ഞെടുക്കുകയും 12 പേര് എന്ത് ചെയ്യണം? രാഷ്ട്രപതി അവിടെ നോമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി ഓർത്തിരിക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അപ്പൊ ലോകസഭയുടെ രാജ്യസഭയെയും പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് നിയമങ്ങളിലെ ഓരോ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചില്ലേ, ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിലാണല്ലേ. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? പാർലമെന്റിലാണ്. ഇനി എങ്ങനെയാണ് ആ നിയമം നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞുല്ലേ, എങ്ങനെയാണ്? ഓരോരോ ബില്ലിന്റെ രൂപത്തിലാണ് വരുന്നത് ഓരോരോ നിയമങ്ങൾ അല്ലേ. ആ ബില്ല് ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ടാണ് ആ ബില്ല് എന്താവുന്നത്? ഒരു നിയമമായിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് ഓർത്തിരിക്കണം, ഇവിടെ ബില്ലുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ബില്ലുകളിൽ വരുന്നത് നോക്കാം. അപ്പൊ പ്രധാനമായിട്ടും ബില്ലുകൾ ഗവൺമെന്റ് ബില്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്വകാര്യ ബില്ല് വരുന്നുണ്ട്, പിന്നെന്താണ്? ധനകാര്യ ബില്ലുകൾ വരുന്നുണ്ട്. അപ്പൊ ഓർത്തിരിക്കണം, ഗവൺമെന്റ് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലൊക്കെ എന്താണ്? ഗവൺമെന്റ് ബില്ലായിരിക്കും. ഓക്കെ, ബില്ലുകൾ പലവിധമുണ്ട്. അതിൽ ഗവൺമെന്റ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് അല്ലെ. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആരായിരിക്കും അത് അവതരിപ്പിക്കുക? മന്ത്രിമാരായിരിക്കും. അപ്പൊ മന്ത്രിമാര് ഇതുപോലെ രാജ്യസഭയിലോ ലോകസഭയിലോ ഒക്കെ അവതരിപ്പിക്കുന്ന ബില്ലുകൾ എന്തായിരിക്കും? അത് ഗവൺമെന്റ് ബില്ലായിരിക്കും. എന്നാൽ മന്ത്രിയല്ലാത്ത ഒരു പാർലമെന്റ് അംഗമാണ് അത് അവതരിപ്പിക്കുന്നത് എങ്കിൽ അത് സ്വകാര്യ ബില്ലായിരിക്കും. ഓർത്തു വെച്ചേക്കാം, ഗവൺമെന്റ് ബില്ലാണെങ്കിൽ അത് ആരാണ് അവതരിപ്പിക്കേണ്ടത്? മന്ത്രിമാരായിരിക്കും. എന്നാൽ മന്ത്രിമാരല്ലാത്ത പാർലമെന്റിലെ ഏതെങ്കിലും അംഗം അത് അവതരിപ്പിക്കുകയാണെങ്കിൽ അത് സ്വകാര്യ ബില്ലായിരിക്കും. ഓർത്തു വെച്ചേക്കണം, സ്വകാര്യ ബില്ല് ആരാ അവതരിപ്പിക്കേണ്ടത്? മന്ത്രിമാരാണോ? അല്ലല്ലേ. മന്ത്രിമാരല്ലാത്ത പാർലമെന്റ് അംഗമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതെന്താണ്? സ്വകാര്യ ബില്ലാണ്. അതുപോലെ തന്നെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് ഏതാണെന്ന് ചോദിച്ചാൽ അത് ധനബില്ലുകളാണ്. ഓക്കെ, അപ്പൊ ഈ ധനബില്ല് അവതരിപ്പിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. ഓർത്തു വെച്ചേക്കണം, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ധനബില്ല് എവിടെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ലോകസഭയിൽ മാത്രമേ അത് ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഇതാണ് ബില്ലുകളെ കുറിച്ച് പറയുന്നത്.
ഇനി ബില്ല് എങ്ങനെയൊക്കെയാണ് പാസ്സാവുന്നത് നോക്കാം. ഇപ്പൊ ബില്ലിലെ ഓരോ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ രാജ്യസഭയിലേക്ക് പോകും അല്ലെങ്കിൽ ലോകസഭയിലേക്ക് പോകും. ഇപ്പൊ രാജ്യസഭയിലേക്കാണ് ആ ഒരു ബില്ല് എത്തിയെന്ന് കരുതുക. അവിടെ എന്ത് നടത്തും? 3 വായന നടത്തും. അതിൽ ഒന്നാമത്തെ വായന ഒന്നാമത്തെ വായന എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അല്ലെ ഇപ്പം മന്ത്രി അല്ലെങ്കിൽ ഒരു സ്വകാര്യ അംഗം അല്ലെങ്കിൽ സ്വകാര്യ അംഗം എന്ന് പറഞ്ഞാൽ പാർലമെന്റിലെ ഏതെങ്കിലും അംഗം ആ ഒരു ബില്ല് അവിടെ വായിക്കുകയാണ്. ജസ്റ്റ് ആ ബില്ലിനെ കുറിച്ചിട്ട് എന്താ കാര്യമെന്ന് അവിടെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ വായനയിൽ ചെയ്യുന്നത് അല്ലെ. ഒന്നാമത്തെ വായനയിൽ എവിടെയാണോ അവിടെ വെച്ചിട്ട് അത് വായിക്കുകയും ഒന്നെങ്കിൽ മന്ത്രി ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ അല്ലെങ്കിൽ പാർലമെന്റ് അംഗമായിരിക്കും. ഓക്കെ, അതെന്താ ചെയ്യുന്നത് അവിടെ? ആ ബില്ല് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത് അവിടെ വായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വായനയിൽ എന്താ ചെയ്യുന്നത്? അതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത് അല്ലെ. ആ ബില്ല് പാസ്സാക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതൊക്കെ ഈ രണ്ടാമത്തെ വായനയിലാണ്. അത് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളൊക്കെ നടക്കുന്നത് ഈ രണ്ടാമത്തെ വായനയിലാണ്. അതുപോലെ തന്നെ അതിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ ഭേദഗതികൾ വരുത്തണോ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നതൊക്കെ രണ്ടാമത്തെ വായനയിലാണ്. അപ്പൊ ആദ്യത്തെ വായനയിൽ അത് എവിടെയാണോ ആദ്യത്തെ വായന എവിടെയാണോ അല്ലെങ്കിൽ ഏത് സഭയിലാണോ വായിക്കുന്നത് ജസ്റ്റ് അതൊന്ന് വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ രണ്ടാമത്തെ വായനയിലാണ് അത് ആ ബില്ല് പരിഗണിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അതൊക്കെ തീരുമാനിക്കുന്നത് രണ്ടാമത്തെ വായനയിലാണ്. ഇനി മൂന്നാമത്തെ വായനയിൽ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ആ ബില്ല് അംഗീകരിക്കും അല്ലെങ്കിൽ അത് നിരസിക്കും. അത് മൂന്നാമത്തെ വായനയിലൂടെ മനസ്സിലാവും. ഓക്കെ, ഒന്നെങ്കിൽ ബില്ല് അംഗീകരിക്കുകയാണെങ്കിൽ അത് ആ മൂന്നാമത്തെ വായനയിൽ പറയും, അല്ലെങ്കിൽ അത് നിരസിക്കുകയാണെങ്കിലും അത് മൂന്നാമത്തെ വായനയിലായിരിക്കും പറയും. അങ്ങനെ 3 രീതിയിൽ അല്ലെങ്കിൽ 3 വായനയാണ് നമ്മുടെ ബില്ലുകൾക്കുള്ളത്. ഒന്നാമത്തെ വായന, രണ്ടാമത്തെ വായന, മൂന്നാമത്തെ വായന. ഓക്കെ, അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ ഒരു സഭയിൽ ഇതൊക്കെ വായന കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു? മറ്റൊരു സഭയിലേക്ക് അല്ലെ. രാജ്യസഭയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ പിന്നീട് അത് എങ്ങോട്ടേക്ക് പോകുന്നു? ലോകസഭയിലും പോകുന്നു. അങ്ങനെ അവിടെയും വായനയൊക്കെ നടന്നു കഴിഞ്ഞ് അതെന്ത് ചെയ്യുന്നു? രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് രാഷ്ട്രപതിക്ക് അത് അയക്കുന്നു. അങ്ങനെ രാഷ്ട്രപതി അത് നോക്കുകയും രാഷ്ട്രപതി എന്ത് ചെയ്യണം? അത് സൈൻ ചെയ്യുക കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ ഒരു ബില്ല് നിയമമായിട്ട് മാറും. ഓക്കെ, എന്തായി മാറുന്നു? നിയമമായിട്ട് മാറും. അപ്പൊ ഇങ്ങനെയാണ് ഒരു നിയമം നിർമ്മിക്കുന്നത്. ഇനി അടുത്ത വിഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? കാര്യനിർവഹണ വിഭാഗമാണ് അല്ലെ. അപ്പൊ നിയമം നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? കാര്യനിർവഹണ വിഭാഗമാണ്. അപ്പൊ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യം നിർവഹിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? കാര്യനിർവഹണ വിഭാഗത്തിലാണ് അല്ലെ. അത് നിർവഹിക്കുക അല്ലെ, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യം നിർവഹിക്കുന്നത് ഏത് വിഭാഗമാണെന്ന് ചോദിച്ചാൽ ഏത് വിഭാഗമാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. ഓക്കെ, അപ്പൊ നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ അതുപോലെ തന്നെ ഭരണനിർവഹണം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാലും അതേതാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. അപ്പൊ പഠിച്ചു വെച്ചേക്കണം. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ അല്ലെ. ഇവിടെ ഒക്കെ എന്താ ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നിർവഹിക്കുകയാണ്, ഒരു കാര്യം നിർവഹിക്കുകയാണ്. അതൊക്കെ എവിടെയാണ്? നിർവഹണ വിഭാഗം അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലാണ് നടത്തുന്നത്. അപ്പൊ നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ അതുപോലെ തന്നെ ഭരണനിർവഹണം അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണനിർവഹണം ഒക്കെ നടത്തുന്ന എവിടെയാണ്? ഈ ഒരു കാര്യനിർവഹണ വിഭാഗത്തിലാണ്. ഇവിടെ ഇനി ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഓർത്തു വെച്ചേക്കണം. ആരൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന ആള് തന്നെ അല്ലെ, രാഷ്ട്രപതി ഉണ്ട്. ഓക്കെ, രാഷ്ട്രപതി ഉണ്ട്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയുടെ തലവൻ അല്ലെങ്കിൽ പ്രഥമ പൗരനൊക്കെ ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി വരുന്നുണ്ട്. ഒക്കെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗങ്ങളാണ് അല്ലെ. രാഷ്ട്രപതി ആണെങ്കിലും ഉപരാഷ്ട്രപതി ആണെങ്കിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടങ്ങുന്ന നമ്മുടെ മന്ത്രിസഭ ഇതൊക്കെ എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഇപ്പൊ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്നറിയപ്പെടുന്ന ഈ ഭാഗമൊക്കെ എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗങ്ങളാണ്. കൃത്യമായിട്ട് ഇവിടെ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാര്യനിർവഹണ വിഭാഗം ആരൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ 2 രീതിയിലാണ്. ഒന്ന് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട്, അതുപോലെ തന്നെ സ്ഥിരം എക്സിക്യൂട്ടീവ് ഉണ്ട്. ഓക്കെ, ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിലാണ് നമ്മുടെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരിലെ മന്ത്രിസഭ ഒക്കെ അടങ്ങുന്നത് ഏതിലാണ്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവിലാണ്. അതെന്തുകൊണ്ടാണ് അവിടെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ കാരണം? അവർക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള പോസ്റ്റ് അല്ല വരുന്നത് അല്ലെ. അതായത് ഇപ്പൊ എത്ര കാലയളവിലേക്കായിരിക്കും അവര് അവിടെ ഉണ്ടാവുക. അപ്പൊ തെരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലെ. ഇപ്പൊ രാഷ്ട്രപതിയൊക്കെ ആണെങ്കിൽ 5 വർഷത്തേക്കായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ലോകസഭയൊക്കെ ആണെങ്കിൽ 5 വർഷക്കാലത്തേക്കായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞാൽ പുതിയ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ മന്ത്രിസഭ വരികയാണ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആയിരിക്കും.
എന്നാൽ സ്ഥിര എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർമനന്റ് ആണ് അല്ലേ? അതായത് പെർമനന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് ഇവിടെ? സർക്കാർ ജീവനക്കാരാണ് അല്ലേ? അവർക്ക് നിശ്ചിത പെൻഷൻ വരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരുടെ ഈ ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമാകാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ എന്താണ്? സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അല്ലെ, നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം എന്നറിയപ്പെടുന്ന അഖിലേന്ത്യാ സർവീസ് അല്ലെ, അഖിലേന്ത്യാ സർവീസിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ടോ? നമ്മൾ കളക്ടർമാരൊക്കെ ഇതിൽ വരുന്നതാണ്, അഖിലേന്ത്യാ സർവീസിലാണ് അല്ലെ. IAS, IPS, IFS ഒക്കെ എന്താണ്? അഖിലേന്ത്യാ സർവീസിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർവീസ് വരുന്നുണ്ട് അല്ലെ. കേന്ദ്ര സർവീസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് സർവീസുകൾ ഏതൊക്കെ വരുന്നുണ്ട്? അതൊക്കെ എന്താണ്? കേന്ദ്ര സർവീസിന്റെ ഭാഗമാണ്. പിന്നെ നമ്മുടെ സംസ്ഥാന സർവീസിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തുള്ള ജീവനക്കാരൊക്കെ ഏതിന്റെ ഭാഗമാണ്? സ്ഥിര എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് രീതിയിലാണ്, രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട്, സ്ഥിര എക്സിക്യൂട്ടീവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആരൊക്കെ വരുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടങ്ങുന്ന മന്ത്രിസഭ ഒക്കെ എന്താണ്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. എന്നാൽ സ്ഥിര എക്സിക്യൂട്ടീവിന്റെ ഭാഗം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? അല്ലെ, സ്ഥിര ജോലിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിര സർക്കാർ ജോലിക്കാരായിട്ടുള്ള നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ് വരുന്നുണ്ട്, കേന്ദ്ര സർവീസ് വരുന്നുണ്ട്, സംസ്ഥാന സർവീസ്, അതൊക്കെ എന്താണ്? സ്ഥിര എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ പറയുമ്പോൾ തന്നെ ഇവിടെ രാഷ്ട്രപതിക്ക് നാമമാത്രമായിട്ടുള്ള അധികാരം മാത്രമേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് ഏതൊക്കെ? പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. എന്തുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് നാമമാത്രമായിട്ടുള്ള എക്സിക്യൂട്ടീവ് പദവി ഉള്ളൂ എന്ന് പറയാൻ കാരണം? ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. പ്രധാനമന്ത്രി മന്ത്രിസഭ അടങ്ങുന്ന ആ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇവിടെ അല്ലെങ്കിൽ ഇവരാണ് ആർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നത്? രാഷ്ട്രപതിക്ക് ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ രാഷ്ട്രപതിക്ക് അല്ലെ അതൊക്കെ അംഗീകരിക്കുക എന്ന് മാത്രം അല്ലെങ്കിൽ ആ ഒരു അധികാരം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നതൊക്കെ ആരാണ്? പ്രധാനമന്ത്രി അടങ്ങുന്ന ആ ഒരു മന്ത്രിസഭയാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും എന്ന് പറയുന്നത് യഥാർത്ഥ എക്സിക്യൂട്ടീവിന്റെ ഭാഗം എന്ന് പറയുന്നത്. എന്നാൽ നാമമാത്രമായിട്ടുള്ള എക്സിക്യൂട്ടീവ് പവർ ഉള്ളത് ആർക്കേ ഉള്ളൂ? രാഷ്ട്രപതിക്കുള്ളൂ അല്ലെ. പേരിന് മാത്രം ഒരു പദവി എന്ന രീതിയിലാണ് ഇവിടെ രാഷ്ട്രപതിക്കുള്ളത്. എന്നിരുന്നാലും രാഷ്ട്രപതിക്ക് ചില വിവേചന അധികാരങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അടിയന്തരാവസ്ഥ സമയത്തൊക്കെ പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള അധികാരമൊക്കെ ആർക്കുള്ളത്? രാഷ്ട്രപതിക്കാണ്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മിക്കവാറും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതൊക്കെ ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. പ്രധാനമന്ത്രി അടങ്ങുന്ന ആ മന്ത്രിസഭയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം രണ്ട് രീതിയിലാണ്, രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിര എക്സിക്യൂട്ടീവും. ഈ സ്ഥിര എക്സിക്യൂട്ടീവ് ആണ് നമ്മുടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നത്, ഉദ്യോഗസ്ഥ വൃന്ദം എന്നറിയപ്പെടുന്ന അഖിലേന്ത്യാ സർവീസും കേന്ദ്ര സർവീസും സംസ്ഥാന സർവീസും ഒക്കെ വരുന്നത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിലാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാരൊക്കെ വരുന്നത്. അതിൽ രാഷ്ട്രപതിക്ക് എന്താണ്? നാമമാത്ര എക്സിക്യൂട്ടീവ് പദവിയാണുള്ളത്. യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയാണ്. അത് ഓർത്ത് വെച്ചേക്കണം, ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇനി എന്ത് ചെയ്യാം, ഓരോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഒന്നാമത്തേത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ളത് ആരൊക്കെയാണെന്നൊക്കെ നോക്കാം. നമ്മൾ പറഞ്ഞു അല്ലേ, രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതി ഉണ്ട്, അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി, പിന്നെ ആരാണ്? സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ, ഇവരൊക്കെയാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്. ആരൊക്കെയാണ്? രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി, ആ മന്ത്രിസഭ, അതൊക്കെയാണ് എന്ത്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് വേണം എന്ത് ചെയ്യാന്? രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് അല്ലെ. അതുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് എന്തുള്ളത്? നാമമാത്രമായിട്ടുള്ള അധികാരം ഉള്ളൂ എന്ന് പറയുന്നത്. കാരണം എന്താണ്? പ്രധാനമന്ത്രിയും അവരുടെ മന്ത്രിസഭയും കൊടുക്കുന്ന ഉപദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്നാൽ രാഷ്ട്രപതിക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വിവേചന അധികാരമൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടും ചില സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കണം. രാഷ്ട്രപതിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഇവരെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? രാഷ്ട്രപതിയെ കുറിച്ചിട്ട് നോക്കാം. അപ്പൊ രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആര് എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. ആരാണ്? ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ അല്ലെങ്കിൽ പ്രഥമ പൗരൻ എന്നൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതൊക്കെ ഓർത്ത് വെച്ചേക്കാം. ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ അല്ലെങ്കിൽ പ്രഥമ പൗരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? രാഷ്ട്രപതിയാണ്.
ഇനി രാഷ്ട്രപതി ആവാൻ എത്ര വയസ്സ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35 വയസ്സാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കാം, 35 വയസ്സാണ്. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എന്ത് ചെയ്യാം, മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഓർത്ത് വെച്ചേക്കണം, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് എത്ര വയസ്സ് വേണമെന്ന് ചോദിച്ചാൽ എത്ര വയസ്സാണ്? 35 വയസ്സാണ്. ഇനി ഓർത്തിരിക്കേണ്ടത്, പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. രാഷ്ട്രപതി എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് ചോദിച്ചാൽ ഇലക്ട്രൽ കോളേജ് ആണ്. ഈ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെയാണ്? പാർലമെന്റിന്റെ ഇരുസഭകൾ അല്ലെ, ഇരുസഭകൾ എന്ന് പറഞ്ഞാൽ ലോകസഭയും രാജ്യസഭയും, അതുപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭ അല്ലെ, സംസ്ഥാനങ്ങളിലുള്ള നിയമനിർമ്മാണ സഭകളിലെയും ഒക്കേറ്റിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ഇപ്പൊ ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ രാജ്യസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതിന്റെ കൂടെ എന്തുണ്ട്? സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളൊക്കെയാണ് ചേരുന്നതാണ് എന്ത്? ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഇലക്ട്രൽ കോളേജ് ആണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതി ആർക്കാണ് രാജിയൊക്കെ സമർപ്പിക്കുന്നത്? അത് ഉപരാഷ്ട്രപതിക്കാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആ ചുമതല അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുന്നതും ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. രാഷ്ട്രപതി രാജിക്കത്ത് ആർക്കാ നൽകുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതാർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ പണിയൊക്കെ ചെയ്യുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഇനി രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ഓർത്തു വെക്കുക. ഒന്നാമത്തേത് പാർലമെന്റ് വിളിച്ചു ചേർക്കുക. ഓക്കെ, എന്താണ്? പാർലമെന്റ് ഒക്കെ വിളിച്ചു ചേർക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ലോകസഭയെ പിരിച്ചുവിടുന്നത് ആരാണെന്ന് ചോദിച്ചാലും അത് രാഷ്ട്രപതിയാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. പിന്നീട് പറയേണ്ടത്, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ ആരൊക്കെയാണ് മന്ത്രി എന്നൊക്കെ തീരുമാനിക്കുന്നത്? നമ്മുടെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന രീതിയിലാണ് രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആരൊക്കെ വരണം, ഓരോ മന്ത്രിയായിട്ട് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഓരോരുത്തർക്ക് ഏത് വകുപ്പ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതിനനുസരിച്ചിട്ട് ചെയ്യാൻ മാത്രമേ ആർക്ക് അധികാരമുള്ളൂ? രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ആർക്കുള്ളൂ? രാഷ്ട്രപതിക്കുള്ളൂ. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക അല്ലെ, അതും ആരുടെ ഡ്യൂട്ടിയാണ്? രാഷ്ട്രപതിയുടെ ഡ്യൂട്ടിയാണ് അല്ലെ. എല്ലാവരും നിയമിക്കുന്നതൊക്കെ ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം, പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മന്ത്രിസഭ, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ, പിന്നെ ആരാണ്? ഗവർണർമാരെ. ഇവരൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ചുമതല എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ അല്ലെ, എമർജൻസി ഒക്കെ പ്രഖ്യാപിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പിന്നെ നമുക്കറിയാം, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ചോദിക്കും. അതാരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? രാഷ്ട്രപതിയാണ്. ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്സഭയെ പിരിച്ചുവിടുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. പിന്നെ കുറച്ച് അപ്പോയിന്റ്മെന്റുകളാണ് അല്ലെ. ആരൊക്കെയാണ് അപ്പോയിന്റ് ചെയ്തത്? പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ മന്ത്രിമാരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്സഭ പിരിച്ചുവിടുന്നു പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെയൊക്കെ നിയമിക്കുക, അതുപോലെ ഗവർണറെയൊക്കെ നിയമിക്കുന്നതൊക്കെ ആരാണ്? രാഷ്ട്രപതിയാണ്. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും അതുപോലെ തന്നെ പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ആരാണ്? രാഷ്ട്രപതിയാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. ഇനി നമുക്ക് നോക്കി വെക്കേണ്ടത് കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഭരണഘടനയിലെ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അത് ഒന്നാമത്തേത് ചോദിക്കുന്നതാണ് ആർട്ടിക്കിൾ 52. ഓക്കെ, ഏതാണ്? ആർട്ടിക്കിൾ 52. എന്താ ആർട്ടിക്കിൾ 52 പറയുന്നത്? ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടാകണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയെ പറ്റി പറയുന്നത് അല്ലെ. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണമെന്ന് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 52. ഇനി ആർട്ടിക്കിൾ 54 പറയുന്നത് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ രാഷ്ട്രപതിയുടെ ഇലക്ഷൻ, അവരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എവിടെയാണ്? ആർട്ടിക്കിൾ 54 54 ഇലക്ഷൻ. 55 കൂടി ഓർത്ത് വെച്ചേക്ക, ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. ഇലക്ഷൻ പ്രൊസീജിയർ ആണ് കേട്ടോ. ഇപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു നടപടികളൊക്കെ എവിടെയാണ്? ആർട്ടിക്കിൾ 55.
ഓക്കെ, അപ്പൊ 52-ലാണ് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടാകണം അല്ലെങ്കിൽ രാഷ്ട്രപതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ആർട്ടിക്കിൾ 52-ആണ്. പിന്നെ 54-ആണ് പഠിച്ചത്. 54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇലക്ഷൻ, രാഷ്ട്രപതി ഇലക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 54-ആണ്. എന്നാൽ 55-ല് ഇലക്ഷന്റെ പ്രൊസീജിയർ ആണ് കേട്ടോ. അതിന്റെ ഓരോരോ നടപടികളെ പറ്റി പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 55-ആണ്. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 60-ആണ്. ആർട്ടിക്കിൾ 60 പറയുന്നത് സത്യപ്രതിജ്ഞയാണ്. ഓക്കെ, എന്താണ്? സത്യപ്രതിജ്ഞ. അപ്പം രാഷ്ട്രപതി അധികാരം ഏറ്റു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്യണം അല്ലേ. അപ്പൊ ആർട്ടിക്കിൾ 60 പ്രകാരമാണ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 60-ലാണ് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾ 60-ആണ് സത്യപ്രതിജ്ഞ അല്ലെ. ആരുടേതാണ്? രാഷ്ട്രപതിയുടേത്. ഇനി 61, ആർട്ടിക്കിൾ 61 എന്താണ്? ഇംപീച്ച്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 61 അല്ലെ. അതായത് കാലാവധി തീരുന്നതിന് മുമ്പേ എന്ത് ചെയ്യാം? രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം. ഇപ്പൊ ഭരണഘടനാ ലംഘനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാവുന്നതാണ് അല്ലെ. അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 61-ആണ്. അപ്പൊ ആർട്ടിക്കിൾ 61-ലാണ് ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം ഓർത്തിരിക്കേണ്ടത് 52-ആണ്. 52-ലാണ് രാഷ്ട്രപതിയെ പറ്റി പറയുന്നത് അല്ലേ. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടാകണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് 52-ആണ്. 54-ൽ എന്തിനെ പറ്റി പറയുന്നത്? ഇലക്ഷനെ പറ്റിയിട്ടാണ് അല്ലെ. രാഷ്ട്രപതിയുടെ ഇലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 54-ആണ്. 55-ലാണ് എന്തിനെ പറ്റി പറയുന്നത്? ഇലക്ഷൻ പ്രൊസീജിയറെ പറ്റി പറയുന്നത്. 60-ലാണ് സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നത്. പിന്നെ 61 എന്താണ്? ഇംപീച്ച്മെന്റ് ആണ് അല്ലെ. രാഷ്ട്രപതി ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് ഏതിലാണ്? 61-ലാണ്. ഇനി ഓർത്തിരിക്കേണ്ടത് 1, 2, 3 ആണ് അല്ലെ. ആർട്ടിക്കിൾ 123 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 1, 2, 3 എന്ന് പറയുന്നത് ഓർഡിനൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞുല്ലേ, രാഷ്ട്രപതിക്കുള്ള ഒരു അധികാരമാണ് എന്ത്? ഓർഡിനൻസ് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞത്. അതായത് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു നിയമം നടപ്പിലാക്കാൻ ഉള്ള അധികാരമാണ് എന്ത്? ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പം ലോകസഭയും രാജ്യസഭയൊക്കെ പ്രവർത്തിക്കാത്ത സമയങ്ങളിൽ പെട്ടെന്ന് അല്ലെങ്കിൽ അടിയന്തരമായിട്ട് രാഷ്ട്രപതിക്ക് ഒരു നിയമം നിർമ്മിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു താൽക്കാലികമായിട്ട് ഒരു ഓർഡിനൻസിലൂടെ ആ നിയമം അവിടെ നിർമ്മിക്കാവുന്നതാണ്. അതിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ആ പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 123 അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറയാം. ആർട്ടിക്കിൾ 1, 2, 3 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഓർഡിനൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആർട്ടിക്കിൾ 63 കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആർട്ടിക്കിൾ 63-ലാണ് നമ്മുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഉപരാഷ്ട്രപതിയെ പറ്റി പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 63-ആണ്. ഓക്കെ, ഇത്രയും ആർട്ടിക്കിൾ എന്ത് ചെയ്യാം? പഠിച്ചു വെച്ചേക്കണം, ചോദിക്കുന്നതാണ്. 52-ലാണ് രാഷ്ട്രപതിയെ പറ്റി പറയുന്നത്. രാഷ്ട്രപതിയാണ് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണമെന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 52-ആണ്. 54-ലാണ് ഇലക്ഷനെ പറ്റി പറയുന്നത്. 55-ല് ഇലക്ഷന്റെ പ്രൊസീജിയർ ആണ്. പിന്നെ 60-ലോട്ട് വന്നു കഴിഞ്ഞാൽ 60-ആണ് സത്യപ്രതിജ്ഞ അല്ലെ. ആർട്ടിക്കിൾ 60-ആണ് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ പറയുന്നത്. 61-ലാണ് ഇംപീച്ച്മെന്റ് അല്ലെ. ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അത് ആർട്ടിക്കിൾ 61-ആണ്. പിന്നെ 123 എന്ന് പറയുന്നത് എന്താണ്? ഓർഡിനൻസ് ആണ് അല്ലെ. ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 123-ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് വൈസ് പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയെ പറ്റിയിട്ടാണ്. അത് 63-ലാണ്. ഓക്കെ, 52 രാഷ്ട്രപതിയും 63 ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് നോക്കാനുള്ളത് പ്രധാനമന്ത്രിയാണ്. ഇപ്പൊ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 75 ട്ടാ. അപ്പൊ പ്രധാനമന്ത്രിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? 75-ആണ്. അപ്പൊ ആർട്ടിക്കിൾ 75-ലാണ് പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നത്. അതും കൂടി പഠിച്ചു വെച്ചേക്കണം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 75-ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം, രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവായിരിക്കും ആര്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അല്ലെ. അതായത് ആ ലോകസഭയിൽ ആർക്കാണ് ഭൂരിപക്ഷം ഉള്ളത് ആ ഒരു പാർട്ടിയുടെ നേതാവായിരിക്കും ആര്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനും അതുപോലെ തന്നെ മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതൊക്കെ ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. ഓരോരുത്തർക്ക് ഏത് വകുപ്പാണെന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതൊക്കെ എന്ത് ചെയ്യാം? ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെ 5 വർഷ കാലാവധിക്ക് മുമ്പ് ആ ലോകസഭയിൽ അവരുടെ ഭൂരിപക്ഷം നഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ആ പദവി ഒഴിയേണ്ടതാണ് കേട്ടോ.
അതും കൂടി ഓർത്ത് വെച്ചേക്കാം. 5 വർഷമാണ് കാലാവധി. ആ 5 വർഷം കാലാവധിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ആ ലോകസഭയിൽ അവർക്ക് ആ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം, രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ചിട്ട് ആ ഒരു പദവിയിൽ നിന്ന് ഒഴിയേണ്ടതാണ്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം പഠിച്ചു, അതിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രപതി അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ പറ്റിയിട്ടൊക്കെ നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, പെർമനന്റ് എക്സിക്യൂട്ടീവ് ആണ് അല്ലെ. പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നിറവേറ്റുന്നതും അതുപോലെ തന്നെ ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകളൊക്കെ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ നിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതൊക്കെ ആരാണ്, ഈ ഒരു സ്ഥിര കാര്യനിർവഹണ വിഭാഗമാണ് അല്ലെ. അതായത് നമ്മുടെ ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഓക്കെ, അതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്തൊക്കെയാ ചെയ്യുന്നത്, ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നിറവേറ്റുന്നു അല്ലെ. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നിറവേറ്റുന്നു. അതുപോലെ തന്നെ ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകളൊക്കെ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെയൊക്കെ സഹായിക്കുന്നതൊക്കെ ആരാണ്, ഈ ഒരു ബ്യൂറോക്രസിയാണ് അല്ലെ. ഇപ്പൊ നമ്മളൊക്കെ ഒരു ഗവൺമെന്റ് ജീവനക്കാരായി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താണ്, ഈ ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ അവരുടെ ബില്ലുകളൊക്കെ രൂപീകരിക്കുന്നതിലൊക്കെ അവരെ സഹായിക്കുന്നതൊക്കെ ആരാണ്, ഈ ഒരു ബ്യൂറോക്രസിയാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ ഇനി അടുത്ത വിഭാഗത്തെ കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. അതേതാണ്, നീതിന്യായ വിഭാഗമാണ്. അപ്പൊ നിയമനിർമ്മാണം കഴിഞ്ഞു, കാര്യനിർവഹണ വിഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കേണ്ടത് എന്താണ്, നീതിന്യായ വിഭാഗമാണ് അല്ലെ, ജുഡീഷ്യറി ആണ്. അപ്പൊ കോടതികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തിലാണ് പറയുന്നത്, ഈ നീതിന്യായ വിഭാഗത്തിലാണ്. അപ്പൊ എന്താണ് ഇവർ ചെയ്യുന്നത്, നിയമം അല്ലെ, നിയമനിർമ്മാണവും കാര്യനിർവഹണ വിഭാഗങ്ങളൊക്കെ ഭരണഘടന അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്, നീതിന്യായ വിഭാഗമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നിയമങ്ങളൊക്കെ നിർമ്മിച്ചതും അതൊക്കെ കൃത്യമായിട്ട് രീതിയിലാണ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതൊക്കെ ഉറപ്പുവരുത്തുന്ന ഡ്യൂട്ടി ആരുടേതാണ്, ഈ ഒരു നീതിന്യായ വിഭാഗത്തിൻ്റെതാണ്. അതോടൊപ്പം തന്നെ അല്ലെ പൗരന്മാരുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഭരണഘടന മൂല്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുന്നതൊക്കെ എന്താണ്, ഈ ഒരു നീതിന്യായ വിഭാഗത്തിന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് നീതിന്യായ വിഭാഗത്തെ ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ചോദിക്കാം, ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് ഏത് വിഭാഗത്തെയാണെന്ന് ചോദിച്ചാൽ ഏത് വിഭാഗത്തെയാണ്, നീതിന്യായ വിഭാഗത്തെയാണ്. അപ്പൊ ചോദിക്കാം, ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് ഏത് വിഭാഗമാണെന്ന് ചോദിക്കും അല്ലെ. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും, നിയമനിർമ്മാണം കാര്യനിർവഹണ വിഭാഗം ഒക്കെ ഉണ്ടാവും. അപ്പൊ ഏതാണ് ആൻസർ, നീതിന്യായ വിഭാഗമാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടെ നീതിന്യായ വിഭാഗത്തെ കുറിച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും മുകളിലെ ഏതാണ്, സുപ്രീം കോടതിയാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം നീതിന്യായ വിഭാഗം എന്ന് പറയുമ്പോൾ തന്നെ കോടതികളാണ്. അപ്പൊ അതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ആരാ നിൽക്കുന്നത്, സുപ്രീം കോടതിയാണ് അല്ലെ. അതിന് താഴെയാണ് ആര് വരുന്നത്, ഹൈക്കോടതി വരുന്നത്. പിന്നെ അവിടുന്ന് താഴെ ജില്ലാ കോടതികളും അതിന് താഴെയാണ് കീഴ്ക്കോടതികൾ, നമ്മുടെ മുനിസിപ്പൽ കോടതികൾ സബ് കോടതികളൊക്കെ വരുന്നത് എവിടെയാണ്, ഈ കീഴ്ക്കോടതികളാണ്. അപ്പൊ ഈ ഒരു ഓർഡർ ഓർത്ത് വെച്ചേക്ക്. ഏറ്റവും മുകളിൽ ആരാണ്, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ, സുപ്രീം കോടതിയാണ് ഏറ്റവും ഉയർന്ന കോടതിയായിട്ട് വരുന്നത്. അതിന് തൊട്ട് താഴെയാണ് ഹൈക്കോടതി, പിന്നെയാണ് ജില്ലാ കോടതി, പിന്നെ വരുന്നത് സാധാ നമ്മുടെ ഇവിടെ കാണുന്ന കീഴ്ക്കോടതികളൊക്കെ വരുന്നത്. ഇനി ഇവിടെ നമുക്ക് സുപ്രീം കോടതിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ അല്ലെ നമ്മുടെ പരമോന്നത നീതിപീഠമാണ് എന്ത്, സുപ്രീം കോടതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ചോദിക്കാം, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, സുപ്രീം കോടതിയാണ്. അപ്പൊ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് ഏത്, സുപ്രീം കോടതി. സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ചോദിക്കുന്നതാണ്. അതെന്താണ്, 1950 ജനുവരി 28. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1950 ജനുവരി 28 കേട്ടോ. 28 ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഓപ്ഷനിൽ 25, 26, 27 അങ്ങനെയൊക്കെയാണ് വരിക. അപ്പൊ കറക്റ്റ് ഡേറ്റും മാസവും ഒക്കെ പഠിച്ചു വെച്ചേക്കണം. 1950 ആണ്. അതെന്താണ്, ജനുവരി 28. ഓക്കെ, ജനുവരി 28-നാണ് സുപ്രീം കോടതിയിലെ സുപ്രീം കോടതി നിലവിൽ വരുന്നത്. അതിന്റെ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം, ഡൽഹിയാണ് അല്ലെ. അപ്പൊ ന്യൂഡൽഹിയാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലാവധി എത്ര വർഷത്തേക്കാണ്, അല്ലെങ്കിൽ അവരുടെ എത്ര വയസ്സ് വരെയാണ് അവരുടെ ഇത് വരുന്നത്, 65 വയസ്സാണ് കേട്ടോ. അപ്പൊ അവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 65 വയസ്സാണ്. ഓർത്ത് വയ്ക്കുക, സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്, 65 വയസ്സാണ്. ഓർത്ത് വെച്ചേക്കണം, 65 വയസ്സാണ്. ഓക്കെ, ഇനി ഈ ജഡ്ജിമാരിലെ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർ അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ മുന്നിലാണ്, രാഷ്ട്രപതിയാണ് അല്ലെ. അപ്പൊ കാരണം എന്താ, രാഷ്ട്രപതിയാണ് അവരെയൊക്കെ നിയമിക്കുന്നത്. അപ്പൊ രാഷ്ട്രപതിയുടെ മുന്നിലാണ് ആര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ മറ്റ് ജഡ്ജിമാരൊക്കെ.
ഇവിടെ ഓർത്തിരിക്കേണ്ടത് സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം ചീഫ് ജസ്റ്റിസ് അടക്കം 34 പേരാണ്. ഓക്കെ, 33 + 1 അതായത് ഒരു ചീഫ് ജസ്റ്റിസും ബാക്കി 33 ജഡ്ജിമാരും, അങ്ങനെ മൊത്തം 34 പേരാണ് ഇവിടെയുള്ളത് സുപ്രീം കോടതിയിലുള്ളത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ എന്നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്? 1950 ജനുവരി 28-നാണ്. ഇനി ഓർത്തിരിക്കേണ്ടത് സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് നോക്കാം. കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. അപ്പൊ ചോദിക്കാൻ താഴെ കൊടുത്തിട്ടുള്ളതിൽ സുപ്രീം കോടതിയുടെ അധികാരത്തിൽ വരാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഒന്നാമത്തേത് ഉത്ഭവാധികാരം അല്ലെ. ഉത്ഭവാധികാരം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ചില വിഷയങ്ങളുണ്ട്. അതായത് ഇപ്പം മറ്റു കോടതിയിലൊന്നും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഹരിക്കാൻ പറ്റില്ല. ഈ സുപ്രീം കോടതിയിൽ മാത്രമേ ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളാണ്. ഓക്കെ, ഇപ്പൊ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? സുപ്രീം കോടതിക്കാണ് അല്ലേ. ഇപ്പൊ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവും. ഇപ്പൊ മുല്ലപ്പെരിയാർ കേസൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ ആ ഒരു അതിൽ തീരുമാനം എടുക്കാൻ ആർക്കേ പറ്റുള്ളൂ? സുപ്രീം കോടതിക്കേ പറ്റുള്ളൂ. കാരണം എന്താ? രണ്ടും സംസ്ഥാനങ്ങളാണ് അല്ലേ. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊക്കെ തീരുമാനം അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? സുപ്രീം കോടതിക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഉത്ഭവാധികാരം എന്ന് പറയാൻ കാരണം? സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്? ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളൊക്കെയാണ്. അതുപോലെ അടുത്തതാണ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. ഓക്കെ, എന്താണ് അടുത്തത്? അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരമാണ്. അപ്പൊ അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പീൽ എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പൊ ഏതെങ്കിലും കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതിൽ സംതൃപ്തി അല്ലെങ്കിൽ അല്ലെ, ആ ഒരു വിധിയിൽ സംതൃപ്തി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഉയർന്ന കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് കൂടുതൽ നല്ലൊരു വിധിക്ക് വേണ്ടിയിട്ട് വേറൊരു കോടതിയിലേക്ക് എന്ത് ചെയ്യാം? അപ്പീൽ കൊടുക്കാം. അതുകൊണ്ട് തന്നെ അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് അല്ലേ. അപ്പോൾ അപ്പീൽ വന്ന് എവിടെ വരെ എത്താൻ പറ്റും? സുപ്രീം കോടതി വരെ എത്താൻ പറ്റും. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏത് താഴ്ന്ന ഏത് കീഴ്ക്കോടതിയിൽ നിന്നുള്ള വിധിന്മേലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ കൊടുത്ത് എവിടെ വരെ എത്താം? സുപ്രീം കോടതി വരെ എത്താം. അതുകൊണ്ടാണ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം ആർക്കുള്ളത്? സുപ്രീം കോടതിക്കുള്ളത്. പിന്നെ ഉപദേശക അധികാരമാണ്. ഉപദേശം കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ആർക്കാണ് ഉപദേശം? നമ്മുടെ രാഷ്ട്രപതിക്കാണ് അല്ലെ. അപ്പൊ രാഷ്ട്രപതിക്ക് ഇപ്പൊ ഏതെങ്കിലും എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട് അല്ലേ. ആരിൽ നിന്ന്? ഈ ഒരു സുപ്രീം കോടതിയിൽ നിന്ന്. അപ്പൊ സുപ്രീം കോടതിയോട് ഉപദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ള ബാധ്യത ആരാണ്? സുപ്രീം കോടതി തന്നെയാണ് അല്ലേ. അപ്പൊ രാഷ്ട്രപതിക്ക് രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തിന്മേലും നിയമോപദേശം നൽകാൻ ആർക്ക് ബാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഉപദേശക അധികാരവും ആരുടേതാണ്? സുപ്രീം കോടതിയുടേതാണ്. അതുപോലെ തന്നെ റിട്ടിലെ നമ്മൾ റിട്ടിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കൊക്കെ ഉണ്ട്? സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതിക്കും ഉണ്ട് അല്ലേ. അപ്പൊ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അതൊക്കെ എന്താണ്? സുപ്രീം കോടതിയുടെ ഒരു അധികാരം തന്നെയാണ്. പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ് പുനരവലോകന അധികാരം അല്ലേ. അവലോകനം എന്ന് പറഞ്ഞാൽ എന്താ? ജുഡീഷ്യൽ റിവ്യൂ ആണ്. അതായത് ഇപ്പൊ ഏതെങ്കിലും നിയമങ്ങൾ അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പൊ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങളുടെ ലംഘനമായിട്ടാണ് നടന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്നും കൂടി പുനരവലോകനം ചെയ്യല്ലേ, ഒരു റിവ്യൂ ചെയ്യാനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്? നമ്മുടെ സുപ്രീം കോടതിക്കുണ്ട്. അപ്പൊ അതും കൂടി മനസ്സിലാക്കിയ പുനരവലോകന അധികാരം ആരുടേതാണ്? സുപ്രീം കോടതിയുടെയാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക? സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഓർത്തിരിക്കേണ്ടത് ഹൈക്കോടതിയാണ് അല്ലെ. ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് ഹൈക്കോടതികളാണ് അല്ലെ. അപ്പൊ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിയാണ്. ഇനി ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് അല്ലേ, നമ്മുടെ റിട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഹൈക്കോടതിക്ക് ഉണ്ട് അല്ലേ. അപ്പൊ മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ്? ഹൈക്കോടതിക്ക് ഉണ്ട്.
അതുപോലെ തന്നെ സിവിൽ ക്രിമിനൽ കേസുകളിലൊക്കെ കീഴ്ക്കോടതികളിൽ നിന്ന് വരുന്ന അപ്പീലുകളൊക്കെ പരിഗണിക്കാനുള്ള അധികാരവും ആർക്കാണ്? ഹൈക്കോടതിക്കാണ് അല്ലേ. അപ്പൊ താഴെ കിടക്കുന്ന കോടതികളുണ്ടല്ലേ, കീഴ്ക്കോടതികൾ. അതുപോലെ ഈ സിവിൽ ക്രിമിനൽ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? അപ്പീലിന് വരും. ആ അപ്പീലിന് വരുമ്പോൾ അത് എവിടേക്കാണ് വരിക? നേരെ ഹൈക്കോടതിയിലോട്ടാണ് വരിക അല്ലേ. അപ്പൊ ആ ഹൈക്കോടതിയിൽ ഈ അപ്പീലുകളൊക്കെ പരിഗണിക്കാനുള്ള അധികാരം ആർക്കുള്ളത്? ഹൈക്കോടതിക്കാണുള്ളത്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ അല്ലേ. അപ്പോൾ നമ്മൾ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന രീതിയിൽ അത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ നിയമിക്കുന്ന നിയമങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് നോക്കാനും അല്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കാനുള്ള അധികാരമൊക്കെ ആർക്കാണുള്ളത്? ഹൈക്കോടതിക്കാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേക്കണം. ദെൻ ലാസ്റ്റ് വൺ നമ്മുടെ കീഴ്ക്കോടതികളാണ് അല്ലേ. അപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ് പിന്നെ ഹൈക്കോടതി കഴിഞ്ഞു, പിന്നെ താഴോട്ട് വരുന്ന ആരാണ്? കീഴ്ക്കോടതികളാണ്. അതായത് നമ്മുടെ ജില്ലാ കോടതികളും സബ് കോടതികളും മുൻസിഫ്, മജിസ്ട്രേറ്റ് കോടതി, അതൊക്കെ എന്താണ്? കീഴ്ക്കോടതിയുടെ ഭാഗമാണ് അല്ലേ. ഇപ്പം ജില്ലാ കോടതി വരുന്നുണ്ട്, സബ് കോടതി വരുന്നുണ്ട്, മുൻസിഫ് വരുന്നുണ്ട്, മജിസ്ട്രേറ്റ്, ഇതൊക്കെ ചോദിക്കുന്നതാണ്. മുൻസിഫ് കോടതിയൊക്കെ ഏതിലാണ് വരുന്നത് ചോദിച്ചാൽ ഏതിലാണ്? കീഴ്ക്കോടതിയുടെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? ഓർത്ത് വെച്ചേക്കാം. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഒരു ബോക്സ് ആക്കിയിട്ട് കൊടുത്തൊരു പോയിന്റ് ആണ് ലോക് അദാലത്ത് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ? അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഉള്ളതാണ് ഒരു ലോക് അദാലത്ത് എന്ന് പറയുന്നത് അല്ലേ. അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർപ്പാക്കാനുള്ള ഒരു പരിപാടി പോലെയാണ് അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പൊ ലോക് അദാലത്ത് എന്ന് പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. അതായത് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യാം? അധികം പണച്ചെലവൊന്നും ഇല്ലാതെ അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കേസുകളൊക്കെ പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒത്തുതീർപ്പാക്കുക. ആ ഒരു രീതിയാണ് എന്താ? ലോക് അദാലത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോക് അദാലത്തിനെ പറയാറുണ്ട് ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? ലോക് അദാലത്താണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോക് അദാലത്താണ്. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലൊക്കെ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറഞ്ഞതൊക്കെ. അപ്പോൾ ചോദിക്കാൻ 100% സാധ്യത ഉള്ളതാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക്